ആതിരപ്പള്ളി കണ്ണൻകുഴിയിൽ വീട്ടുമുറ്റത്തെ കിണറിലെ പുലി വീണു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ കിണറിൽ നിന്ന് ശബ്ദം കേട്ട വീട്ടുകാരാണ് പുലിയെ കണ്ടത്. വനം വകുപ്പിന് വിവരം നൽകിയതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നുള്ള റെസ്ക്യൂ സംഘം സ്ഥലത്തെത്തി പുലിയെ രക്ഷിച്ചു. വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, ശ്വാസം അടക്കി പിടിച്ച് മാത്രം കാണാവുന്ന ദൃശ്യങ്ങളാണ്. കാരണം കിണറിന്റെ ഇങ്ങേക്കരയിൽ നിൽക്കുന്ന മനുഷ്യർ എന്ത് വിശ്വസിച്ചാണ് അവിടെ നിന്നത് എന്ന് ഓർത്തു പോകുന്നു. പുലി വളരെ നിസ്സാരമായി കിണറ്റിൽ നിന്നും കയറി മുകളിലെത്തുന്നു, ഓടി കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഈ ജനക്കൂട്ടത്തിലേക്ക് എങ്ങാനും ഓടി വന്നിരുന്നെങ്കിൽ എന്ന് ഒരു വേള ഞാനൊന്ന് ആലോചിച്ചു പോയി ലിഷോയ്. ഈ ഒരു സമയത്ത് പുലി ആകെ പരിഭ്രാന്തനായ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ ആക്രമിക്കില്ല എന്നൊരു കണക്കുകൂട്ടലിലായിരിക്കാം ആളുകൾ നിന്നത്. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. ആകെ ആ വീട്ടുകാർ മാത്രമാണ് ഇതിനു പുറമെ ആ ഭാഗത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് അതത്ര വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്നുള്ള വിശ്വാസം. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് 5 മണിയോടുകൂടിയാണ് പുലിയെ പുറത്തെടുത്തത്. 3 മണിയോടുകൂടി പുലിയെ കിണറ്റിൽ വീണത് വീട്ടുകാർ അറിയുകയായിരുന്നു. പുലി വലിയ തോതിൽ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് കിണറ്റിൽ പുലി കിടക്കുന്നത് കണ്ടത്. ആ സമയത്ത് തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. കണ്ണൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ള ഷിബു എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. ഉടനടി തന്നെ വനം വകുപ്പ് RRT സംഘം ചാലക്കുടിയിൽ നിന്ന് എത്തുകയും അവർ ഈ പുലിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ വെള്ളം നിറയാറായ കിണറായിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പമുണ്ടായിരുന്നു ഈ പ്രവർത്തികൾക്കെല്ലാം തന്നെ. ഈ കിണറ്റിലേക്ക് ഏണി ഇറക്കി അതിലൂടെ പുലിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. അല്ലാതെ മയക്കുവെടി വയ്ക്കാനോ അല്ലെങ്കിൽ വലവിൽക്ക് പുലിയെ കരക്കെത്തിക്കാനോ അല്ല ശ്രമിച്ചത്. അതോടുകൂടി തന്നെ ആ ഒരു ശ്രമം തന്നെ ഫലം കാണുകയും ചെയ്തു. പുലി നേരെ ഏണിയിൽ ചവിട്ടി നേരെ കുതിച്ച് മുകളിലേക്ക് കയറുകയും അവിടെ നിന്ന് ഉടനടി തന്നെ തൊട്ടടുത്തുള്ള വനപ്രദേശത്തേക്ക് ഓടി മറയുകയുമാണ് ചെയ്തത്.